ഹലോ, വെൽക്കം ടു ഈസി ക്ലാസ് ബൈ മൂസിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നോക്കുന്നത് 10ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലി എന്ന മലയാളമാണ്. ഇതിൽ മൂന്നാമത്തെ പാഠമായ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. ഇത് പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖനത്തിൽ സുധാകരൻ രാമേന്ദ്രളി നൽകിയിട്ടുള്ള വിവർത്തനമാണ് പാഠഭാഗം. ഇനി വിശദീകരിച്ച് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു കോട്ടാണ് മേലെ നോക്കാനുള്ളത്. ഭാഷ ചിറകാകുമ്പോൾ ഏത് ആകാശവും നമ്മുടേത്. അപ്പോൾ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മാതൃഭാഷത്തിൻ്റെ പ്രാധാന്യമാണ് ഈ വരികളിലൂടെ കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് പാഠത്തിലേക്ക് പോവാം. മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. മക്കൾക്ക് അപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനൽ അവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. അതിനു മുമ്പ് ഞങ്ങൾ ഒരു കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വിലപേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ്. അപ്പം മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുകളിൽ നിന്ന് ചില്ലി, വഴുതനക്ക്, ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടാറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് തൊട്ട് അവരെ കാണിച്ചു. ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി. അടുത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു. ഒപ്പം അവാച്യമായ ഒരു വേദനയും തോന്നി. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിലും എന്താകും? പറയൂ. വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എൻ്റെ മകളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകാതെ ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷക്കാർക്ക് പഠിച്ചാൽ ഭാവിയിൽ പ്രയോജനമുണ്ടാകുമോ എന്ന് ആലോചിച്ചത് അവളാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. അപ്പോൾ എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി തൊഴിലിനായി പഠിച്ചതാണ്. എൻ്റെ മാതൃഭാഷയിൽ ശ്രേഷ്ഠമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരരെ അവർ രചിച്ച സാഹിത്യകൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പമെന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട് കേട്ട് എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പ് ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. അപ്പോൾ എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചതുകൊണ്ടു തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ മാതൃഭാഷ കന്നഡ, എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴ്. എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ് നാട്ടുകാരിയാണ്. അവൾ ജനിച്ചു വളർന്ന പരിസരവും തമിഴാണ്. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയും കോപത്തിനും കാരണം. കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനും അപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. സുഖദുഃഖങ്ങൾ വ്യക്തമാക്കുന്ന വാഹിനിയാണത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം എല്ലാവർക്കും നൽകുന്ന ആദരം. ഞാൻ നിങ്ങളെ പോലെയല്ല, വ്യത്യസ്തനാണ് എന്നു സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. അപ്പോൾ അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. അപ്പോൾ നൂറുകണക്കിന് യുവാക്കളും യുവതികളുമാണ് സംവദിക്കാൻ അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷ് സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്നു ഞാൻ ചോദിച്ചു. അവ ബാംഗ്ലൂരിനടുത്ത്
അടുത്തുള്ള ഒരു ഗ്രാമം. അയാൾ പറഞ്ഞു, പിന്നെ എന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? അപ്പോൾ സാർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്കും അറിയില്ല. അപ്പൊ അയാളുടെ വാക്കു കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരന്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിലിരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ? മനുഷ്യർക്ക് ജീവിതത്തിന്റെ അനിവാര്യതയും ആവശ്യവും കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല എന്നതു തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ശരിയാണ്? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്നൊരു നാടു തന്നെ അപകർഷതാബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? അതും പോകട്ടെ, ഇംഗ്ലീഷിൽ നെകളിച്ച് നടക്കുന്നുണ്ടല്ലോ ചിലര്. അവരെങ്കിലും ആ ഭാഷ ശരിക്കും പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതുമല്ല. ഷേക്സ്പിയർ, വേർഡ്സ്മിത്ത്, കീറ്റ്സ്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങി ഇംഗ്ലീഷിലെ ഏത് ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങിയവ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിന്റെ ആവശ്യങ്ങൾക്കു വേണ്ട ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക? ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലായവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്നർത്ഥം. ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. ഈ കാരണം കൊണ്ടുതന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയറുടെ ഇംഗ്ലീഷിന്റെ സൗന്ദര്യവും മനസ്സിലാവില്ല. ഡൊണാൾഡ് ട്രംപിന്റെ ഇംഗ്ലീഷിനു പിറകിലുള്ള ഗൗരവവും മനസ്സിലാവില്ല. ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതുപോലെ പ്രതിഫലിപ്പിക്കുന്നു. തെലുങ്കാനയിലെ വരൾച്ച കൊണ്ട് നഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റു ചെയ്താൽ, ചെയ്ത പാവങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറു പൊട്ടി ചാവും, നോക്കിക്കോ എന്ന് കഠോരമായി ശകാരിക്കും. എന്നാൽ ഗോദാവരി, കൃഷ്ണ നദീതീരങ്ങളിലെ ജനം, നീ ചെയ്ത പാവങ്ങൾക്കൊക്കെ ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും, നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടുത്തെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുകയെന്നാൽ അതിലൂടെ ആ ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്നുകൂടിയാണ് അർത്ഥം എന്ന് പറയുന്നത്. ഒരു നാടിന്റെ വിചാരധാരത്തെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവല വ്യാപാരത്തിനു വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതിയുള്ളതുകൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വൃഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏതു ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിന്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയാമായിരുന്നു. ഇളയച്ഛൻ, ഇളയമ്മ, വല്യച്ഛൻ, അമ്മാവൻ ഇങ്ങനെ കൂട്ടുകുടുംബവുമായി ജീവിച്ചിരുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആന്റിയും ആയി തീർന്നിരിക്കുന്നു. ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ? ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിനർത്ഥമുണ്ട്. പക്ഷെ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും വറ്റിക്കൊണ്ടേയിരിക്കുന്ന നമ്മുടെ മണ്ണിന്റെ മക്കൾ റെയിൻ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ടാണ് പോകുന്ന മേഘമേ നിൽക്കുക, ഞങ്ങൾക്കു നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ? ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്കൊരു ബന്ധവുമില്ല, അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം. പക്ഷെ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. നമ്മെ വിഴുങ്ങുന്ന മൗനം. പ്രകാശ് രാജ്. വിവർത്തനം സുധാകരൻ രാമന്തളി. അപ്പം നമ്മൾ ഫുള്ളായിക്കണ്ട് നോക്കിയല്ലേ? ഇനി നമുക്ക് ഇതിൻ്റെ ആശയത്തിലേക്ക് പോവാം. ഈ ഒരു വിവർത്തനത്തിൽ എന്താണ് പറയുന്നത് എന്ന് നമുക്ക് ചെറിയൊരു ആശയത്തിലൂടെ നമുക്ക് നോക്കാം.
അപ്പോൾ എഴുത്തുകാരൻ തന്റെ മകളുടെ കഥ വഴിയാണ് ലേഖനം ആരംഭിക്കുന്നത്. അപ്പൊ മകള് ഒരു പച്ചക്കറി കടയിൽ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ മാത്രം പറഞ്ഞ് ചിട്ടപ്പെടുത്തുമ്പോൾ അവിടെയുള്ള വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകാത്തതും മകൾക്ക് സ്വന്തം മാതൃഭാഷയായ തമിഴ് സംസാരിക്കാൻ കഴിയാത്തതുമാണ് പിതാവായ എഴുത്തുകാരന് വേദനയും കോപവും ഉളവാക്കിയതിന്റെ കാരണം. അപ്പൊ എന്തുകൊണ്ടാണ് അച്ഛന് ദേഷ്യമൊക്കെ വരാൻ കാരണം ഉണ്ടായത്? കാരണം ഒരു കടയില് പോയിട്ട് സ്വന്തം മാതൃഭാഷയായ തമിഴല്ല ആ കുട്ടി വർത്താനം പറഞ്ഞത്. പൊട്ടാറ്റോ, ബ്രിഞ്ചാൾ അങ്ങനെ ഇംഗ്ലീഷിലാണ് ആ കുട്ടി സംസാരിച്ചത്. കാരണം ആ കുട്ടിക്ക് എന്ത് അറിയില്ല? തമിഴ് സ്വന്തം മാതൃഭാഷ അറിയില്ലേനി. അപ്പൊ മാതൃഭാഷയുടെ പ്രാധാന്യം അദ്ദേഹം ശക്തമായി ഊന്നി പറയുന്നു. തന്റെ മാതൃഭാഷയായ കന്നഡ സ്വാഭാവികമായി പഠിച്ചതിനാൽ തന്നെ മറ്റു ഭാഷകൾ എളുപ്പത്തിൽ പഠിക്കാമെന്നും മാതൃഭാഷ മാത്രമാണ് ഒരു വ്യക്തിയുടെ ആന്തരിക വികാരങ്ങളും ആലോചനകളും ആഴത്തിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതെന്നും പറയുന്നു. മാതൃഭാഷയെ വിലകുറച്ച് കാണുന്ന രീതിയും ഇംഗ്ലീഷ് അറിയില്ലെന്ന ബോധം അപകർഷതാബോധമായി മാറുന്നതും ഇംഗ്ലീഷിൽ നന്നായി സംസാരിച്ചാലേ പ്രതിഭയുള്ളവനാണെന്ന ഭ്രാന്തും അവൻ ഭാഷയുടെ സംസ്കാരപരമായ ഭാഗങ്ങളൊന്നും അറിയാതിരിക്കുകയുമാണ് അദ്ദേഹം തീർച്ചയോടെ നിരീക്ഷിക്കുന്നു. അപ്പം മാതൃഭാഷ അകറ്റപ്പെടാൻ പാടില്ല. മാതൃഭാഷയെ വിട്ടുനിൽക്കുന്നത് സ്വന്തം പൊരുളും സംസ്കാരവും നഷ്ടപ്പെടുന്നതിന് തുല്യമാണ്. മാതൃഭാഷയെ മാറ്റാനാവില്ല. അതിനെ മാറ്റാൻ ശ്രമിച്ചാൽ മാതാവിനെ മാറ്റാൻ ശ്രമിക്കുന്നത് പോലെയാണെന്നാണ് അപ്പോൾ ഈ ഒരു വിവർത്തനത്തിന്റെ അവസാനമായിക്കാണ്ട് പറയുന്നത്. ഈ ഒരു കഥയിൽ എന്താണ് അപ്പൊ ചുരുക്കി പറയുന്നത്? നമ്മുടെ മാതൃഭാഷയുടെ പ്രാധാന്യത്തെ പറ്റിയാട്ടോ പറയണത്. എല്ലാവർക്കും ഈ ഒരു വിവർത്തനം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതിന്റെ ചോദ്യോത്തരങ്ങൾ അടുത്ത വീഡിയോ ആയിക്കാണ്ട് ഇടുന്നതാണ് ട്ടോ.